നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഇന്നലെ രാത്രി അവർ നിങ്ങളെക്കുറിച്ച് എന്തായിരുന്നു ചിന്തിച്ചിരുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. കാർഡ്സ് ഷഫിൾഡാണേ. ലവേഴ്സ്, വാവ്, ടെമ്പറൻസ്, 2 ഓഫ് കപ്സ്, ഹൈ പ്രീസ്റ്റസ്, 7 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് വാൻസ്, 9 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ആദ്യമായിട്ട് ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ഓർത്തത്. നിങ്ങളുടെ ആ സ്നേഹ നിമിഷങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഒരുമിച്ച് പങ്കുവച്ചിട്ടുള്ള സ്നേഹ നിമിഷങ്ങൾ, നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള മൊമെൻറ്റ്സ്, അതിനെക്കുറിച്ചൊക്കെ അവർ ഓർക്കുന്നുണ്ടായിരുന്നു ഒരുപാട് സ്നേഹത്തോടെ. സ്പിരിച്വലായിട്ട് എന്തൊക്കെയോ കാര്യങ്ങളിൽ ഇവർ ഇൻവോൾവ് ആണെന്ന് കാണുന്നുണ്ട്. മെഡിറ്റേഷൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അതേപോലെ ഹീലിംഗ് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടായിരുന്നു. കാരണം നിങ്ങളായിരിക്കും അവർക്ക് ഇതിലേക്കൊരു വഴി കാണിച്ചു കൊടുത്തത്, ഒരു ഹീലിംഗ് പറഞ്ഞു കൊടുത്തത്, അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ പഠിപ്പിച്ചു കൊടുത്തതൊക്കെ നിങ്ങളായിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഇത് ചെയ്യുന്ന സമയത്ത് നാച്ചുറലി നിങ്ങളുടെ ഓർമ്മ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു. അവർക്ക് കുറേ മനസ്സമാധാനം ഫീൽ ചെയ്യുന്നത് നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ്. റീയൂണിയനെ കുറിച്ച് വളരെ പ്രബലമായിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ പലരും ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റീസ് നല്ലപോലെ ചെയ്യുന്ന വ്യക്തികളാണ്. ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ടാരോ റീഡർ തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നാച്ചുറലി നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ ടാരോയും അവരുടെ മനസ്സിൽ വരാറുണ്ട്. നിങ്ങൾ ചെയ്തു കൊടുത്തൊരു റീഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുത്തൊരു റീഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ എടുത്ത റീഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കാം. എന്ന് തന്നെയാലും ടാരോയെക്കുറിച്ച് വളരെ പ്രബലമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം അവർക്ക് മനസ്സിൽ പോകുന്നുണ്ടായിരുന്നു. ഒരുപാട് ഓർമ്മകൾ തള്ളിക്കയറുക എന്ന് പറയില്ലേ, നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ അറ്റ് എ ടൈം ഇവർ ആലോചിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അതേസമയം നിങ്ങളുടെ അടുത്തേക്ക് ഇവർ ദൂരത്തിലാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ അടുത്ത് നിന്നും നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തണം എന്നുള്ളൊരു ചിന്തയായിരുന്നു. നമുക്കായിട്ടൊരു ക്വിക്ക് ആക്ഷൻ ചെയ്യണം, ക്വിക്ക് ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു റീയൂണിയന് വേണ്ടിയിട്ടായിരിക്കാം. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള അതിതീവ്രമായൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അത് വരാനുള്ള കാരണം നിങ്ങൾ പോസ്റ്റ് ചെയ്ത എന്തോ പിക്ചറോ, അല്ലെങ്കിൽ നിങ്ങളെ അവരെവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പിക്ചർ നിങ്ങൾ അപ്ഡേറ്റിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്ത ഒരു പിക്ചർ ഇവർ കണ്ടിട്ടുണ്ട്. അതിൽ ഭയങ്കര ആകർഷണമായിട്ട് അവർക്ക് തോന്നി. ഓക്കെ, നിങ്ങളിൽ എന്തോ ഒരു മാറ്റം അവർക്ക് ഫീൽ ചെയ്തു. നിങ്ങളുടെ ഒരു ഹെയർ കട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിട്ടിരുന്നൊരു ഡ്രസ്സായിരിക്കാം. അങ്ങനെ എന്തോ ഒരു ചേഞ്ച് നിങ്ങൾ വരുത്തിയിട്ടുണ്ട് നിങ്ങളുടെ അപ്പിയറൻസിൽ. അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തണം എന്നൊരു ഫീലിംഗ് അവർക്ക് അതിതീവ്രമായിട്ടുണ്ടായിരുന്നു.